സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 3 സ്ഥലങ്ങളെക്കുറിച്ച് ഈ ദിവസം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചിട്ട് കേവലം 33.5 വർഷക്കാലം മാത്രമാണ് ഈ ഭൂമിയിൽ ആയിരുന്നതെന്ന് വേദപുസ്തകത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 30 വയസ്സുവരെ ആ കർത്താവ് മാറി നിൽക്കുവാൻ ഇടയായി. 12 വയസ്സുണ്ടായിരുന്നതായ സമയത്ത് അവനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണ പണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ച് അതുപോലെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തും ഒരു ചെറിയ ബാലൻ ആയിരിക്കാതെ വലിയ ജ്ഞാനിയായിട്ട് സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. മാതാപിതാക്കൾ അന്വേഷിച്ചു വന്ന് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ പിതാവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നത് നിങ്ങൾക്കറിയില്ലേ? അതിനുശേഷം അവർ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ട് കാണാം. 30 വയസ്സ് ആയതായ സമയത്ത് വീണ്ടും അവൻ സമൂഹത്തിലേക്ക് വന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ 18 വർഷങ്ങളോളം അവൻ തൻ്റെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട് മാനുഷിക ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ചും ദുഃഖത്തെയും വേദനയെയും ഞെരുക്കത്തെയും കഷ്ടപ്പാടിനെയെല്ലാം അനുഭവിക്കുകയായിരുന്നുവെന്ന് അവൻ നമ്മെ നന്നായിട്ട് മനസ്സിലാക്കുന്നവനാണ്. ഒരിക്കലും കഷ്ടത എന്താണെന്ന് അറിയാത്ത വ്യക്തിക്ക്, വിശപ്പ് എന്താണെന്ന് അറിയാത്ത വ്യക്തിക്ക്, വിയർപ്പൊഴുക്കുന്നത് എന്താണെന്ന് അറിയാത്തതായ വ്യക്തിക്ക്, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിക്ക് ഒരു പാവപ്പെട്ടവന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുകയില്ല. വിശപ്പിന് മുൻപേ ആഹാരം ലഭിക്കുന്നതായ വ്യക്തിക്ക് വിശപ്പിന്റെ വില എന്താണെന്ന് അറിയുവാനായിട്ട് കഴിയുമോ? ദൈവമായ കർത്താവ്, പാപവുമായി ബന്ധമില്ലാത്ത ആ കർത്താവ്, സ്വർഗത്തിൽ മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നതായ ദൈവം, സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് പറഞ്ഞ ദൈവം, രക്തവും മാംസവും ഉള്ളവനായിട്ട് ഈ ലോകത്തിൽ വന്ന് ജനിച്ചപ്പോൾ നാം പാപത്താൽ വരുത്തിവെച്ചതായ കഷ്ടതയും ദുഃഖവും ശാപവും വേദനയും ബുദ്ധിമുട്ടുകളും അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം അവനും നമ്മെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് ജനിക്കുവാനിടയായി. നമ്മുടെ ശോധനകൾ അനുഭവിച്ചു, നമ്മെപ്പോലെ കഷ്ടത അനുഭവിച്ചു, നമ്മെപ്പോലെ കണ്ണുനീരൊഴുക്കി, നമ്മെപ്പോലെ വിശപ്പ് അനുഭവിച്ചു, നമ്മെപ്പോലെ വിയർപ്പൊഴുക്കി, നമ്മെപ്പോലെ ദുഃഖങ്ങൾ അനുഭവിച്ചു, നമ്മെപ്പോലെ അവൻ ഉറങ്ങി. 30 വർഷങ്ങൾക്ക് ശേഷം അവൻ വെളിയിൽ വന്നു. സ്നാപക യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചു. സ്നാപക യോഹന്നാൻ അതിശയിക്കുവാനിടയായി. കാരണം അവൻ രക്ഷകനാണെന്നും മിശിഹായാണെന്നും അവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും യോഹന്നാന് അറിയാമായിരുന്നു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് തന്റെ ശിഷ്യന്മാർക്ക് അവൻ പരിചയപ്പെടുത്തി കൊടുക്കാനിടയായി. എന്നാൽ ആ യേശുക്രിസ്തു തന്റെ അടുക്കൽ വന്നിട്ട് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തപ്പോൾ, അയ്യോ എന്താണിത്, ഞാൻ അങ്ങാൽ സ്നാനപ്പെടേണ്ടവനാണ്, എന്റെ കീഴിലാണോ അങ്ങ് സ്നാനം സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാനൊരു മാതൃകയായി തീരാനാണ് ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ, ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം എങ്ങനെ ജീവിച്ചാലാണ് ദൈവം സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ വേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുവാനായിട്ട് പറഞ്ഞു. അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ അവന്റെ ശരീരത്തിലേക്ക് വന്നിറങ്ങി. അവൻ ഗലീല സമുദ്രതീരത്തുകൂടെ നടന്നിട്ട് മത്സ്യം പിടിക്കുന്നതായ ആളുകളെ കണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാമെന്ന് പറഞ്ഞു. അവൻ രാത്രി മുഴുവൻ മലമുകളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ആവശ്യമായ 12 ശിഷ്യന്മാരെ പിന്നീട് തിരഞ്ഞെടുത്തു. അതിൽ യൂദാ ഇസ്കരിയോത്തും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനാണ്, അതായത് അതിന് അവൻ കഴിവുള്ളവരെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, വിദ്യാസമ്പന്നരായവരെയല്ല അവൻ തിരഞ്ഞെടുക്കുന്നത്, അവൻ പാവപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നു, ബലഹീനരെ തിരഞ്ഞെടുത്തു, അജ്ഞാനികളെ തിരഞ്ഞെടുത്തു, ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ തന്റെ ശക്തി അവരിൽ കൂടി വെളിപ്പെടുത്തേണ്ടതിന്. യൂദാ ഇസ്കരിയോത്തിന് തെറ്റായ ആലോചനയുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. എങ്കിലും തന്നോടുകൂടിയായിരിക്കുമ്പോൾ
തന്നോടുകൂടെ നടക്കുന്ന സമയത്ത് അവനിൽ മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ 12 ശിഷ്യന്മാരെയും തൻ്റെ കൂടെ കൂട്ടിയിട്ട് കർത്താവ് പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു. പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നതായ അനേകം ആളുകൾക്ക് സൗഖ്യം കൊടുത്തു. അനൗൺസ്മെന്റ് ഒന്നും ചെയ്തില്ല, ഇവിടെ സൗഖ്യമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അവനൊരു ദിവസം പത്രോസിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അവരപ്പോൾ പനിയാൽ ഭാരപ്പെടുകയാണ്. കർത്താവ് അവളെ തൊട്ടപ്പോൾ അവിടെ പനി മാറിപ്പോയി, ക്ഷീണമെല്ലാം മാറിപ്പോയി. അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. ഒരു രോഗം മാറ്റുന്നതിന് വേണ്ടി ആ അമ്മായിമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടത്തി അനേക ചികിത്സകൾ നടത്താനിടയായി. ഒരു ക്ഷണം യേശുക്രിസ്തുവിന്റെ കരം സ്പർശിച്ചപ്പോൾ പനി മാറുന്നുവെങ്കിൽ ആ നാട്ടുകാരെല്ലാം ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് ആ ദേശത്തുണ്ടായിരുന്നതായ അനേകം രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം ആളുകളെ അവിടെ കൊണ്ടുവരുവാനിടയായി. അവരുടെ വീടിന് മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ആ കഫർനഹൂമിലുള്ളതായ അനേകം ആളുകളെ, രോഗികളെ കൊണ്ടുവന്നപ്പോൾ, എനിക്ക് സമയമില്ല, ഞാൻ സൗഖ്യം നൽകാൻ വേണ്ടിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാതെ അവൻ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുവാനിടയായി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, വിടുതൽ ഉണ്ട്. അവൻ ഓരോരുത്തർക്കും സൗഖ്യം കൊടുക്കുന്നു. എന്നാൽ ഓരോരുത്തർക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതത്തിൽ ഉള്ള കാര്യമാണ്. ഒരു അന്ധൻ വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരം വെച്ച് കാഴ്ച നൽകി. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ്, നിലത്ത് തുപ്പി അല്പം മണ്ണെടുത്ത് കുഴച്ച് അവന്റെ കൺപോളയിൽ വെച്ചിട്ട് കഴുകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഓരോരുത്തരെയും ഓരോരോ രീതിയിലാണ് സൗഖ്യപ്പെടുത്തിയത്. കാരണം അവന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് കർത്താവ് അവരോട് പറയാനിടയായി. ആ 3.5 വർഷത്തിന്റെ കാലയളവിൽ ഗലീല പ്രദേശത്തെല്ലാം സഞ്ചരിച്ചു. വളരെ ചെറിയൊരു സ്ഥലമാണ്, കുറച്ചിടം മാത്രമേ ഉള്ളൂ. യെരുശലേം പട്ടണത്തിലും ബേത്ലഹേമിലും ഗലീലയിലും ആ പാലസ്തീൻ പ്രദേശത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അവിടെ മാത്രമാണ് തന്റെ ശുശ്രൂഷ ചെയ്തത്. ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു പാട്ടെഴുതിയിട്ടില്ല, ഒരു TV പ്രോഗ്രാമോ റേഡിയോ പ്രോഗ്രാമോ ചെയ്തിട്ടില്ല, ഒരു ഉണർവ് മീറ്റിംഗും സംഘടിപ്പിച്ചിട്ടില്ല. എന്നാൽ അവൻ കടന്നു പോകുന്ന സമയത്തെല്ലാം ജനങ്ങൾ അവിടെ കൂട്ടമായിട്ട് കടന്നു വരുമായിരുന്നു. അവൻ സമുദ്രതീരത്ത് പോയിരുന്നപ്പോൾ ജനങ്ങൾ അവിടെ കൂട്ടം കൂട്ടമായി വന്നിട്ട് അവന്റെ അടുക്കൽ വന്നിരുന്ന് വചനം സംസാരിക്കുക എന്ന് അവനോട് അപേക്ഷിക്കുവാനിടയായി. അത്രത്തോളം ദാഹമായിരുന്നു യേശുവിന്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി. കാരണം അവന്റെ വചനത്തിൽ ജീവനുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ ആശ്വാസമുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിൽ ശക്തിയുണ്ടായിരുന്നു. അവൻ വചനത്തിൽ കൂടി അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കൊടുത്തു. കൊടുങ്കാറ്റിനെ ശമീപിച്ചു, സമുദ്രത്തെ ശാന്തമാക്കി. ഈ ദിവസവും ആ യേശുവിന്റെ വചനമാണ് നാം പറയുന്നത്. ആ വാക്കുകൾ നാം പറയുമ്പോൾ അന്നുണ്ടായിരുന്ന അത്ഭുത കാര്യങ്ങൾ ഇന്നും നടക്കാനിടയാകും. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടത് മനുഷ്യരുടെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ്. വചനമാണ്. എവിടെ സൗഖ്യം കൊടുത്താലും, അനേകർക്ക് വിടുതൽ കൊടുത്താലും, എല്ലാത്തിന്റെയും നടുവിൽ അവനവരോട് വചനം പറഞ്ഞു. അവർക്കൊരു സന്ദേശം കൊടുത്തു, അവർക്ക് ഉപദേശം കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അത്ഭുതങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയുകയാണെങ്കിൽ അവനെ കാണിച്ചു കൊടുത്തതായ രാത്രിയിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഒരു അപ്പമെടുത്ത് നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എന്റെ ശരീരം. നിങ്ങൾ ഇത് കഴിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ വീഞ്ഞെടുത്തുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട എന്റെ രക്തം, ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർക്കുമാറാകണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല എന്താണ് എന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങളോടൊപ്പം കഴിക്കുന്ന അവസാന അത്താഴമാണിത്. ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കുകയില്ല. സ്വർഗത്തിൽ വെച്ചായിരിക്കും നാം ആഹാരം കഴിക്കുന്നത്. ആ വാക്കുകൾ അവർക്കൊന്നും മനസ്സിലായില്ല. അതിനാണ് അന്ത്യ അത്താഴം എന്ന് പറയുന്നത്. അന്നത്തെ അത്താഴത്തിന് ശേഷം അവർ എന്താണ് പതിവ് പോലെ ഗെത്സമന തോട്ടത്തിലേക്ക് പോകാനിടയായി. ആ ഗലീലിയ പ്രദേശത്ത് ഗെത്സമന തോട്ടത്തിൽ ആ രാത്രി യേശുക്രിസ്തു പ്രാർത്ഥിക്കാനിടയായി. ക്രൂശ് അവിടെയാണ് ആരംഭിച്ചത്. 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, നീ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് വന്നത്, ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കി ഗെത്സമന തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിന്റെ പാപത്തിന്, നിന്റെ തെറ്റുകൾക്ക് ശിക്ഷ വരേണ്ടതാണ്. എന്നാൽ നിന്റെ യേശുക്രിസ്തു, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ പാപഭാരത്തെ, നമ്മുടെ ശാപത്തെ മുഴുവനും അവൻ വഹിക്കുവാനിടയായി. ഒരു മനുഷ്യന്റെ ദുഃഖം പോലും താങ്ങുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നതായ ആളുകൾ ഉള്ളപ്പോൾ
ഇത്രയും ആളുകളുടെ സകല പാപഭാരവും അവന്റെ മേൽ വരുന്നതായ സമയത്ത് അവനത് സഹിക്കുവാൻ കഴിയാതെ വണ്ണം ഭാരമേറിയതായിരുന്നു. മാനവന്റെ സകല ശാപവും ഒരു കയ്പേറിയ വിഷം പോലെ ഒരു പാത്രത്തിൽ നിറച്ച് അവന്റെ മുൻപിലേക്ക് വച്ചു നീട്ടിയപ്പോൾ പാപത്തിന്റെ ആ ദുർഗന്ധം, വെറുക്കുന്നതായ ആ പാപത്തെ, പാപം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ നാം ചീയെന്ന് പറയാറുണ്ട്. നീചപ്രവൃത്തികൾ ചെയ്യുന്നതായ ആളുകളെ കാണുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാകും. ആ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഒരു പാത്രത്തിന്റെ രൂപത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മുൻപിലേക്ക് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, വർത്തമാന ഭൂത ഭാവികാല പാപങ്ങൾ, സകല മനുഷ്യരുടെയും പാപഭാരം അവങ്കലേക്ക് വന്നപ്പോൾ അവന് വഹിക്കുവാൻ കഴിയാതെ വളരെ വേദനയോടുകൂടി നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തേക്കിറ്റിറ്റ് വീണു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ദുഃഖമുണ്ടോ നിന്റെ മനസ്സിൽ? ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത വേദനയുണ്ടോ നിന്റെ ഹൃദയത്തിൽ? അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട്, നിന്റെ മനസ്സിലെപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവസാനം നിന്റെ ജീവിതം പോലും നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലാണോ? യേശുക്രിസ്തുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ദുഃഖത്തെ, നിന്റെ ഭാരത്തെ, നിന്റെ മാനസിക ദുഃഖങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ അവൻ അന്ന് തന്നെ ഗത്സമന തോട്ടത്തിൽ വെച്ച് വഹിച്ചു. അതുകൊണ്ട് ഇന്ന് അവന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് വിടുതലുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം 38-ാമത്തെ വാക്യം, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നാം ക്രൂശിനെ നോക്കുമ്പോൾ, അവൻ അനുഭവിച്ച കഷ്ടത കാണുമ്പോൾ ചില സമയത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും അതിശയിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ആ കഷ്ടം ഗത്സമന തോട്ടത്തിലാണ് ആരംഭിച്ചത്. ഗതസമന തോട്ടത്തിൽ എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഉള്ളം എപ്പോഴെങ്കിലും മരണവേദന പോലെ ദുഃഖിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആകുലപ്പെട്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖമോ വേദനയോ അനുഭവിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അനുഭവിച്ചതായ ആളുകളൊന്ന് കരമുയർത്താമോ? സഹിക്കാൻ കഴിയാത്ത ദുഃഖം, വേദന അനുഭവിച്ചിട്ടുണ്ടോ? പ്രസവ വേദന, അപമാനം, ദുഃഖം, ആകസ്മിക മരണങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു. ചില ആളുകൾക്ക് കല്ലുപോലുള്ള ഹൃദയങ്ങളാണ്, അവർക്ക് വേദനയില്ല. ശരിയല്ലേ? നിങ്ങൾക്കിതുവരെ ഒരു ദുഃഖവും ഉണ്ടായിട്ടില്ല, ഒരു വേദനയും തോന്നിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സേ കാണുകയില്ല. നിങ്ങളുടെ ഹൃദയം കല്ലുപോലെയായിരിക്കുന്നു. കല്ലുപോലെയായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നൽകാമെന്ന് കർത്താവ് പറഞ്ഞു. ശരിയാണ്, ചില ആളുകളുടെ ഹൃദയം കല്ലുപോലെയാണ്. കല്ലുപോലുള്ളതായ കഠിനമുള്ള ഹൃദയങ്ങളാണ്. ദൈവം പറയുന്നു, എന്റെ വചനങ്ങൾ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഉള്ളതല്ലയോ? എന്നാൽ ചില സമയത്ത് ചുറ്റിക പോലിരിക്കുന്ന ദൈവത്തിന്റെ വചനമായ ചില ദൈവദാസന്മാർ അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എഴുന്നേറ്റ് മിണ്ടാതെ പോകുവാനായിട്ട് ഇടയാകും. ചിലരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഞാൻ കേൾക്കില്ല. ഹൃദയം കഠിനമായിരിക്കുന്ന ആളുകൾ. ദൈവം ആരെയും നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യില്ല. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറക്കുകയാണെങ്കിൽ ഞാൻ അവനോടൊപ്പം അത്താഴം കഴിക്കുമെന്ന് പറയുന്നു. വാതിൽ തുറക്കുകയില്ലെങ്കിൽ നിന്റെ ഹൃദയം തകർത്തു കളയുമെന്ന് പറയുന്നുണ്ടോ?
പറയുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തകർത്തുകൊണ്ട് നിന്നെ പിച്ച് ചീന്തുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നീ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ ഞാൻ അകത്തു വരില്ല, ഞാൻ വരികയില്ല. യേശുക്രിസ്തു ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നതായ ഒരു ചിത്രം, ആ ചിത്രീകരിച്ചതായ അത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വാതിൽക്കൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ കാലമായിട്ട് അവിടെ ചപ്പുചവറുകൾ വളർന്നിരിക്കുകയാണ്. അതായത് വർഷങ്ങളായിട്ട് ആ വാതിൽ തുറക്കാതെ കിടക്കുകയാണ്. അവിടെ യേശുക്രിസ്തു ഒരു റാന്തൽ പിടിച്ചു നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം പകലും രാത്രിയും അവൻ എപ്പോഴും അവിടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. വാതിൽക്കൽ മുട്ടുന്നു. എൻ്റെ മകനേ, വാതിൽ തുറക്കുക, നിന്റെ ഹൃദയം എനിക്ക് നൽകണം, ഞാൻ അകത്തേക്ക് വരട്ടെ. നിന്റെ കല്ലുപോലുള്ള ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റാം, നിനക്ക് മാംസളമായ ഹൃദയം നൽകാം. മാലിന്യത്താൽ നിറഞ്ഞതായ നിന്റെ ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റി പുതിയത് നൽകാം. ഹൃദയം എല്ലാത്തിനേക്കാളും ദോഷമുള്ളതാണ്. അങ്ങനെ ഗുരുതരമായ രോഗം ബാധിച്ച ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റാമെന്ന് പറയുന്നു. ചെറിയ രോഗം മാറാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന് രോഗമുണ്ട്. ആ രോഗം മാറുകയാണെങ്കിൽ നാം സൗഖ്യമാകും. കാഴ്ചയില്ലാത്തവർ പാപം ചെയ്യുമോ? നിങ്ങൾ നോക്കുക, കണ്ണില്ലാത്തവരും ഇമാജിൻ ചെയ്ത പാപം ചെയ്യാനിടയാകും. കേൾവില്ലാത്തവർ പാപം ചെയ്യുമോ? സംസാരശേഷിയില്ലാത്തവർ പാപം ചെയ്യുമോ? എന്താണ്? അവർക്ക് ഹൃദയ വിചാരങ്ങൾ കൊണ്ട് പാപം ചെയ്യുവാനായിട്ട് കഴിയും. കൊലപാതകം ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരനെ നോക്കി മൂഢ എന്ന് വിളിക്കുന്നവൻ കൊലപാതകനാണ്, നരകത്തിന് യോഗ്യനായവനാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കുന്ന എല്ലാവരും വ്യഭിചാരം ചെയ്യുകയാണ്. ഹൃദയം മാറണം. ഹൃദയം മാറിയാൽ വ്യഭിചാര പാപത്തിന് മേൽ നിനക്ക് ജയം നേടാൻ കഴിയും. ഹൃദയം മാറിയാൽ നീ ഇഷ്ടപ്പെടുന്നതായ ആ മദ്യത്തെ നിനക്ക് വെറുക്കുവാൻ കഴിയും. അതുപോലെ ചീത്തവാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരികയില്ല. എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നത് കേൾക്കാറുണ്ട്. എവിടെ നിന്നാണ് ചീത്ത വരുന്നത്? ആരാണിത് സപ്ലൈ ചെയ്യുന്നത്? എന്താണ്? നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് നിന്റെ വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ മാറ്റമുണ്ടാകാതെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകില്ല. ഹൃദയം മാറാതെ നിന്റെ ചീത്തവിളി എന്ന സ്വഭാവം മാറുകയില്ല. ഹൃദയം മാറിയാൽ പാപത്തെ നീ ആശിക്കില്ല. നിന്റെ ഹൃദയത്തിൽ കർത്താവിന് നീ ഇടം കൊടുക്കുമ്പോൾ അവിടെ മാറ്റമുണ്ടാകും. അനേകം ആളുകൾ തങ്ങളുടെ ഹൃദയങ്ങളെ കല്ലുപോലെയാക്കി മാറ്റുന്നതായ സമയത്ത് അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അവർ പലവിധമായ രോഗത്താലും ഭാരത്താലും തകർക്കപ്പെടുന്നു. നോക്കൂ, ഈ ലോകത്ത് നാം മനുഷ്യരായിട്ട് ജീവിക്കുന്നതായ സമയത്ത് സഹിക്കാൻ പറ്റാത്തതായ ദുഃഖവും വേദനയും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും. അതിന്റെ പ്രധാന കാരണം നമ്മുടെ പാപമാണ്. നമ്മുടെ പാപമാണ്. ദാവീദ് അന്യന്റെ ഭാര്യയുമായി വ്യഭിചരിക്കാനിടയായി. ജനിച്ചതായ കുഞ്ഞ് മരിച്ചുപോയി. ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ആ വേദന കൊണ്ട് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായ ദുഃഖത്താൽ, എന്റെ പാപം കൊണ്ടാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത് എന്ന വേദന കൊണ്ട് ദാവീദിന്റെ ഹൃദയം തകരാനിടയായി. നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ മരിക്കുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. നനയ്ക്കാത്ത സമയത്ത് മരണം കടന്നു വരുമ്പോൾ, അപകടത്തിൽപ്പെട്ട് യൗവനക്കാരനായിരിക്കുന്ന നിന്റെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ, പൊന്നോമനിയായിരിക്കുന്ന നിന്റെ മകൻ മരിച്ചാൽ, നിന്റെ മകൾ മരിച്ചാൽ, ആ ദുഃഖം സഹിക്കുവാനായിട്ട് നമുക്ക് ആർക്കും തന്നെ കഴിയുകയില്ല. അങ്ങനെ ഒരുപാട് വേദനകളാൽ മനുഷ്യൻ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദുഃഖം അനുഭവിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വരെയും പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ്. കല്ലുപോലുള്ള ഹൃദയമാണ്. നിങ്ങൾ ഉടൻ തന്നെ കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയത്തെ നുറുക്കുക. കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുക. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് വില കൂടിയതായ ആ തൈലത്തിന്റെ കുപ്പി തകർക്കുവാനിടയായി. അവൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുവാൻ ഇടയായി. ഇന്ന് അനേകം ആളുകൾ ഹൃദയത്തെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആലയത്തിൽ വന്നു പോകുന്നത് കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ഭാരത്താൽ, മാനസികമായ ദുഃഖത്താൽ, ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നാം നോക്കുന്നതായ സമയത്ത് എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ രോഗം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പണ്ടുകാലത്തെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, അവന് ഭയങ്കര വാശിയാണ്, അമ്മ വേണമെന്നെപ്പോഴും വാശിയാണ്.
വാശി കാണിച്ചിട്ട് ഉറങ്ങിയില്ല, വാശി കാണിച്ചിട്ട് അവൻ ആഹാരം കഴിച്ചില്ല, വാശി കാണിച്ചിട്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടോ ഇല്ലയോ? നിങ്ങൾ പറയുക, എനിക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകണം. കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ, അമ്മേ, അമ്മേ, അമ്മേ. അച്ഛൻ വന്നു, അച്ഛൻ വേണ്ട, അമ്മേ. ചേച്ചി വന്നു, ചേച്ചി വേണ്ട, അമ്മേ. ഇന്നുള്ളതായ ആളുകൾക്ക് അമ്മ വേണമെന്നുള്ള വാശിയും അപ്പൻ വേണമെന്നുള്ള വാശിയും ഇല്ല. ഇന്ന് അമ്മ വരികയാണെന്ന് പറഞ്ഞാൽ അയ്യോ വേണ്ട 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 വേണ്ട. എടാ നിന്റെ അപ്പൻ വരുന്നുണ്ട്, അയ്യോ വേണ്ട വേണ്ട വേണ്ട, വരണ്ട വരണ്ട. എടാ നിന്റെ ഫ്രണ്ട് വരുന്നു, വരുന്നുണ്ടോ? ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്, സന്തോഷം. മനുഷ്യന് ഈ കാലത്ത് അങ്ങനെയുള്ള കാര്യത്തിലാണ് സന്തോഷം. എന്താണാ കരയുന്നത്? ലവ് ഫെയിലിയർ ആയിപ്പോയി. ലവ് ഒരിക്കലും ഫെയിൽ ആവുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, സ്നേഹം പരാജയപ്പെടുകയില്ല, സ്നേഹം മാറുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, ഇവൻ പറയുന്നു ലവ് ഫെയിലായെന്ന്. അതൊരിക്കലും ലവ് അല്ല. ലവ് ഫെയിലായെന്ന് പറഞ്ഞാൽ അത് ലവ് അല്ലായിരിക്കും. എന്താണ്? എത്രയോ പേർ പറയാറുണ്ട്, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല, അവളെ ഞാൻ കെട്ടും. ഒരുത്തനത് കേട്ട് പറഞ്ഞു, കെട്ടിട്ട് മരിക്കുന്നേക്കാൾ ഇപ്പോൾ തന്നെ മരിക്കുന്നതാണ് നല്ലതെന്ന്. നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ്റെ യഥാർത്ഥ സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ടേ മനസ്സിലാക്കാൻ കഴിയൂ. നോക്ക്, ഇന്ന് എത്രയോ ആളുകളുണ്ട് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവർ. ഞാൻ ആഗ്രഹിച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല, ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല, ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. IAS എഴുതാൻ ആഗ്രഹിച്ചു, എനിക്കതിന് കഴിഞ്ഞില്ല. അമേരിക്കയിൽ പോകാൻ ആശിച്ചു, എന്നാൽ പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടറിന് പഠിക്കാൻ ഇഷ്ടപ്പെട്ടു, എന്നാൽ സീറ്റ് കിട്ടിയില്ല. നല്ലൊരു ബിസിനസ് ചെയ്ത് വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ സകലതും നഷ്ടപ്പെട്ടു. ഇനിയും എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, 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 കഴിയില്ല. എന്തു ചെയ്യാം? എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? എന്തു ചെയ്യാം? എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. നീ കരയുകയും വീട്ടുകാരെ കരയിപ്പിക്കുമാണ് ചെയ്യുന്നത്. ഇത് കണ്ണുനീരിൻ്റെ ലോകമാണ്. ചില ആളുകൾ ഓ എന്നും പറഞ്ഞ് വെളിയിൽ കരയും, ചിലർ മനസ്സിനുള്ളിൽ തന്നെയായിരിക്കും കരയുന്നത്. പണ്ടുകാലത്ത് ഉറക്ക നിലവിളിക്കുമായിരുന്നു, ഉറക്ക കരയുമായിരുന്നു. ഇപ്പോൾ സ്റ്റൈലൊക്കെ കൂടിപ്പോയിരിക്കുന്നു. അമേരിക്കയിലൊക്കെ ആളുകൾ, വിദേശത്തുള്ള ആളുകൾ എന്തെങ്കിലും ദുഃഖം വരികയാണെങ്കിൽ ഇത്രയേ ഉള്ളായിരുന്നു അവരുടെ കരച്ചിൽ. ഇപ്പോൾ നമ്മുടെ ആളുകളും അങ്ങനെയാണ്. എന്തിനാണ് കരയുന്നത്? ഞാനോ കരഞ്ഞോ? ഞാനിവിടെ കരഞ്ഞു. അതായത് ആ കരച്ചിലെല്ലാം ഉള്ളിൽ വെച്ചിട്ട് കുട്ടുകുട്ടു 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 കുട്ടുകുട്ടു, ആ ദുഃഖമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, ആ വേദനയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സഹിക്കാൻ കഴിയാതെ പിന്നെ മുകളിലേക്ക് നോക്കും. എന്തിനു വേണ്ടിയാണ്? സാരി ഉണ്ടോ എന്നും ഫാനുണ്ടോ എന്നും നോക്കുന്നു. ഗ്രാമത്തിലുള്ള ആളുകൾ ഇതുപോലെ എന്തെങ്കിലും മാരകമായ പ്രശ്നം വരുമ്പോൾ അവർ ഫാനിലാണ് കെട്ടിത്തൂങ്ങിച്ചാകുന്നത്. അതുപോലെ തന്നെ സിനിമ ആക്ടറും പാട്ടുകാരും എന്താണ്? ആ ഫാൻ കാറ്റ് കിട്ടാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്, അല്ലാതെ തൂങ്ങിച്ചാകാനല്ല. നോക്കുക, എത്രയോ ആളുകളാണ് ഇന്ന് ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പെട്ടിട്ട് പറയുന്നത്, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, എൻ്റെ ജീവിതം ഇന്ന് വൃഥാവായി പോയിരിക്കുന്നു. എത്രയോ ആളുകൾ തകർന്നു പോകുന്നു, പാപത്താൽ തകർന്നു പോകുന്നു, പാപം കാരണം വന്നതായ ദുഃഖത്താൽ തകരുന്നു. ഹൃദയത്തിന് സമാധാനമില്ല, ഒരു സ്വസ്ഥതയുമില്ല. നീ കാരണം നിന്റെ ഭാര്യയ്ക്ക് സമാധാനമില്ല, നീ കാരണം നിന്റെ മാതാപിതാക്കൾക്ക് സമാധാനമില്ല, നിന്നെക്കൊണ്ട് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ല. നിന്റെ പാപത്തിന്, നിന്റെ തെറ്റിന് ശിക്ഷ വരേണ്ടതാണ്. എന്നാൽ നിന്റെ യേശുക്രിസ്തു, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ പാപത്തെ മുഴുവനും ഗത്സമനിൽ വെച്ച് തന്റെ മേൽ വഹിക്കാനിടയായി. ഒരു മനുഷ്യന്റെ ദുഃഖം പോലും സഹിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത അനേകർ മരിക്കുമ്പോൾ, ഇത്രയും മനുഷ്യരുടെ സകല പാപങ്ങളും അവന്റെ മേലിലേക്ക് വന്നതായ സമയത്ത് സഹിക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ ഉള്ളം മരണവേദന കൊണ്ട് നിറയുന്നു. മനുഷ്യരുടെ സകല പാപങ്ങളും ഒരു കൈപ്പേറിയ വിഷം പോലെ ഒരു പാത്രത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നതായ സമയത്ത് പാപത്തിന്റെ ദുർഗന്ധം, പാപത്തിന്റെ ആ മ്ലേച്ഛത, പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നാം അതിനെ വെറുക്കുവാനിടയാകുന്നു. നീചകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ നാം വെറുക്കുവാനിടയാകും. ആ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഒരു പാത്രത്തിൽ അവന്റെ മുൻപിലേക്ക് വന്നപ്പോൾ, ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മുൻപിലേക്ക് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, വർത്തമാന ഭൂത ഭാവികാല പാപങ്ങൾ വന്നപ്പോൾ, സകല മനുഷ്യരുടെയും പാപം അവന്റെ മേൽ വന്നതായ സമയത്തവൻ സഹിക്കുവാൻ കഴിയാതെ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ രക്തം
വിയർപ്പ് തുള്ളികളായി നിലത്തിറ്റിട്ട് വീഴുവാനിടയായി എന്ന് ദൈവവചനം പറയുന്നു. ക്രൂശ് തോളിൽ വെച്ച് ചുമന്ന സമയത്തല്ല അവൻ പാപത്തിന്റെ ഭാരം ചുമന്നത്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് മാനസികമായിട്ട് വേദനകളും അതുപോലെ മാനസികമായി ദുഃഖങ്ങളും അനുഭവിച്ചു. കണ്ണുനീരും ദുഃഖവും സങ്കടവും അവൻ സഹിച്ചു. അവനെന്താണ് സങ്കടം? അവനെന്താണ് വേദന? അവന് നമ്മെപ്പോലെയുള്ള പ്രശ്നങ്ങളില്ല. അവനിൽ പാപത്തിന്റെ ബീജം ഇല്ല. അവനിൽ പാപം ഇല്ല. അവനിൽ ഒരു ദോഷവും കാണുന്നില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈകഴുകാനിടയായി. ഇവനിൽ കുറ്റമില്ല എന്ന് പീലാത്തോസ് വെളിപ്പെടുത്തി. പിന്നെ എന്തുകൊണ്ടാണ് ഒരു കുറ്റവും ചെയ്യാത്തവൻ ഇത്രയും വലിയ ശിക്ഷ? അത് നിന്റെ ശിക്ഷയാണ്, എന്റെ ശിക്ഷയാണ്, നമ്മുടെ ശിക്ഷയാണ് അവൻ ക്രൂശിൽ വഹിച്ചത്. അവൻ നീതിയുള്ളവനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് അന്നാരെങ്കിലും പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായി ഒരു ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് അതിന്റെ രക്തമെടുത്ത് പുരോഹിതൻ ജാഗ്രതയോടുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ആടിന്റെ രക്തം കൊണ്ടല്ല ഇന്ന് നമ്മൾ വിമോചിക്കപ്പെട്ടിരിക്കുന്നത്. നിർദോഷിയും നിഷ്കളങ്കവുമായ ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നില്ലേ? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ആ ക്രൂശിൽ വേദന സഹിച്ചത്. ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവൻ തന്റെ രക്തത്തെ ഒഴുക്കി. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ദുഃഖമുണ്ടോ നിന്റെ മനസ്സിൽ? ആരോടും പറയുവാൻ കഴിയാത്ത വേദനയുണ്ടോ നിന്റെ ഹൃദയത്തിൽ? നീ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതായ ഒരു ചിന്തയിലായിരിക്കുന്നോ? യേശുക്രിസ്തുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ദുഃഖത്തെ, നിന്റെ ആകുലതയെ, നിന്റെ വേദനയെ അന്ന് ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ അവൻ വഹിക്കാനിടയായി. അതുകൊണ്ട് ഇന്ന് അവന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ നിനക്ക് സമാധാനമുണ്ട്. എല്ലാവരും തലകളെ വണക്കുക. ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചു കൊണ്ടുപോകാം. നിന്റെ ഹൃദയത്തിന്റെ വേദനകളിൽ നിന്ന്, മാനസികമായ ദുഃഖങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന്, നിനക്ക് വരേണ്ടതായ നിന്ദയുടെയും അപമാനത്തിന്റെയും സകല പ്രതികൂലത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു അവയെ വഹിച്ചതെന്ന് വിശ്വസിക്കുക. ഓർക്കുക, തീർച്ചയായിട്ടും ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ഈ വലിയ യാഗത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൺമുൻപിൽ നീ വരച്ചു കാട്ടിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. ഇതൊരു കെട്ടുകഥയല്ലാതെ ഇത് വാസ്തവമാണ്, സത്യമാണ് എന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിശ്വാസികളാകാതെ വിശ്വാസികളായിട്ട് നിന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഹൃദയങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയ്ക്കുകയാണ് കർത്താവേ. വീണ് കിടക്കുന്നതായ എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് ദൈവമേ. ദുഃഖത്താൽ നിറയപ്പെട്ടുകൊണ്ട്, വേദനയാൽ നിറയപ്പെട്ടുകൊണ്ട്, ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി ജീവിതത്തെ താറുമാറാക്കിയവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പാപം മൂലമുണ്ടാകുന്നതായ ശിക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തവരായി കണ്ണുനീരോടുകൂടി, ദുഃഖത്തോടുകൂടി, കലഹത്തോടുകൂടി തകർന്നിരിക്കുന്നതായ കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് ദൈവമേ. കാൽവരി ക്രൂശിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂശിലെ രക്തപ്രവാഹത്തിൽ ഇവിടെയായിരിക്കുന്ന സകല മക്കളെയും കഴുകുമാറാകണമേ അപ്പ. അവരുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ, ഈ ദിവസം നിന്റെ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം നീ കഴുകി ശുദ്ധീകരിക്കണമേ. വലിയ വിടുതൽ നൽകുമാറാകണമേ. കുഞ്ഞാടിന്റെ രക്തത്താൽ, ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെട്ടുവെന്നും ഒരിക്കലും ഞങ്ങൾ ഇനി പാപത്തിന് അടിമകളായിട്ട് ജീവിക്കാതെ, ഒരിക്കലും പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ ജീവിക്കുമെന്നുള്ള തീരുമാനത്താൽ പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ